2026 തുടക്കത്തിൽ തന്നെ ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ കർത്തവ്യപഥിലൂടെ ലോക നേതാക്കളുടെ ഒരു പ്രവാഹം തന്നെ നമ്മൾ കണ്ടു. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ വന്നു, ചരിത്രപ്രധാനമായ വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. ഇപ്പോൾ ഇതാ ലാറ്റിൻ അമേരിക്കയിലെ കരുത്തനായ നേതാവ് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ ഫെബ്രുവരിയിൽ ഇന്ത്യയിലെത്തുകയാണ്. ഏത് രീതിയിലും ബ്രസീലിനെ പൂട്ടാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇന്ത്യ അവർക്ക് തുണയാവുകയാണ്. ഇന്ത്യക്ക് മേൽ 50% നികുതി ഏർപ്പെടുത്തിയപ്പോൾ ലോകം കരുതി നമ്മൾ തളർന്നു പോകുമെന്ന്. ഇതേ സമയത്ത് തന്നെയാണ് ബ്രസീലിനെയും നികുതി ഭീഷണി കൊണ്ട് ഞെരുക്കാൻ തുടങ്ങിയത്. അവിടെയാണ് ഇന്ത്യ തന്ത്രപരമായ നയതന്ത്ര നീക്കം നടത്തുന്നത്. അടുത്ത മാസം ബ്രസീൽ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത് വലിയ ചില കരാറുകളുമായാണ്. ഭാവി മുന്നിൽ കണ്ട് ഒരു ജനതയുടെ വലിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകുന്ന ഇടപാടുകളാണ് ആ കരാറുകളിൽ ഉള്ളത്. സാധാരണക്കാരായ ഇന്ത്യൻ ജനതയെ ബ്രസീലുമായുള്ള കരാർ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? സാധനങ്ങളുടെ വിലക്കയറ്റം, പ്രത്യേകിച്ച് പാചക എണ്ണയുടെ വില. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ സോയാബീൻ ഓയിൽ വരുന്നത് ബ്രസീലിൽ നിന്നാണ്. ഈ കരാറിലൂടെ നികുതി കുറയുമ്പോൾ നമ്മുടെ കിച്ചൺ ബജറ്റിലും അത് പ്രതിഫലിക്കും. പയറുവർഗ്ഗങ്ങളുടെയും ഭക്ഷ്യ എണ്ണകളുടെയും വിതരണം സുഗമമാകുന്നതോടെ വിപണിയിലെ വിലക്കയറ്റത്തിന് കടിഞ്ഞാൻ വീഴും. ഇത് സാധാരണക്കാരന്റെ പോക്കറ്റിന് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. ഉത്സവ സീസണുകളിലും മറ്റും ഇന്ത്യയിൽ പയർവർഗ്ഗങ്ങൾക്ക് പെട്ടെന്ന് വില കൂടാറുണ്ട്. ബ്രസീലിൽ നിന്ന് നേരിട്ട് കുറഞ്ഞ വിലയിൽ ഇവ എത്തുന്നതോടെ വിപണിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം വിലക്കയറ്റം തടയാൻ സർക്കാരിന് സാധിക്കും. കൂടാതെ ബ്രസീലിലെ ഉയർന്ന നിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ ഗുണമേന്മയുള്ള സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകും. പെട്രോൾ അടിക്കുമ്പോൾ കൈപൊള്ളുന്ന കാലമാണല്ലോ. എന്നാൽ ഇവിടെയാണ് ബ്രസീലിന്റെ പങ്കാളിത്തം നിർണായകമാകുന്നത്. ലോകത്ത് എത്തനോൾ ഇന്ധനമാക്കുന്നതിൽ ഒന്നാമതാണ് ബ്രസീൽ. ഇന്ത്യയുമായുള്ള ഈ പുതിയ കരാറിലൂടെ ബ്രസീലിയൻ സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലെത്തും. സാധാരണ എഞ്ചിനുകളിൽ എത്തനോൾ കലർത്തിയാൽ എഞ്ചിൻ കേടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബ്രസീലിയൻ സാങ്കേതിക വിദ്യ എത്തുന്നതോടെ ഫ്ലെക്സ് ഫ്യൂൽ അഥവാ 85% മുകളിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇത് സാധാരണക്കാരന് ഇന്ധന ചെലവിൽ വലിയ ലാഭമുണ്ടാക്കും. ബ്രസീൽ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന രാജ്യമാണ്. അവിടെ ഉപയോഗിക്കുന്ന കുറഞ്ഞ ചിലവിലുള്ളതും എന്നാൽ സാങ്കേതിക മേന്മയുള്ളതുമായ കാർഷിക യന്ത്രങ്ങളുടെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. ആധുനിക യന്ത്രങ്ങൾ എത്തുന്നതോടെ കൃഷി ലാഭകരമാവുകയും ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും ചെയ്യും. കാർഷിക മേഖലയിൽ മാത്രമല്ല, വ്യോമ മേഖലയിൽ പോലും ഈ കരാർ നിർണായക സ്വാധീനം ചെലുത്തും. ബ്രസീലിയൻ കമ്പനിയായ എംബ്രായർ ലോകത്തിലെ തന്നെ മികച്ച ചെറുകിട വിമാന നിർമ്മാതാക്കളാണ്. അവരുടെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് കരുത്ത് കൂടും. ഇന്ത്യയിൽ വിമാന നിർമ്മാണത്തിൽ വലിയ വിപ്ലവാത്മകമായ മാറ്റമാകും അത് കൊണ്ടുവരിക. എംബ്രായർ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാൻ പദ്ധതിയിടുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ ഇന്ത്യൻ ആകാശത്ത് പറക്കാൻ പോകുന്ന ചെറുവിമാനങ്ങൾ ഇനി ഇവിടെ തന്നെ നിർമ്മിക്കപ്പെടും. ഇതിലൂടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കും വലിയ അവസരങ്ങൾ തുറക്കും. കൂടാതെ പ്രാദേശികമായി വിമാനങ്ങൾ നിർമ്മിക്കുന്നത് വഴി വിമാനയാത്രയുടെ ടിക്കറ്റ് നിരക്ക് കുറയാനും ഇത് കാരണമാകും. സാധാരണക്കാരനും വിമാനത്തിൽ പറക്കാൻ കഴിയുന്ന കാലം വിദൂരമല്ല. അമേരിക്ക നമ്മളെ നികുതി കാട്ടി പേടിപ്പിക്കുമ്പോൾ ഇന്ത്യയും ബ്രസീലും മറ്റൊരു രഹസ്യ ആയുധം പുറത്തെടുക്കുകയാണ്. അത് സ്വന്തം കറൻസികളിലുള്ള വ്യാപാരമാണ്. ഡോളറിന് പകരം രൂപയിലും റിയാലിലും വ്യാപാരം നടത്തുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. അത് സാധ്യമായാൽ ഡോളറിന്റെ വില കൂടുമ്പോൾ ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മുടെ രൂപയ്ക്ക് ലോക വിപണിയിൽ കൂടുതൽ മൂല്യം ലഭിക്കും. ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വത്തിലേക്ക് ഇന്ത്യ കുതിക്കുന്നത് ഇങ്ങനെ ഓരോ ചുവടുവയ്പിലൂടെയാണ്. ലോകം ഇന്ത്യയുടെ പിന്നാലെ വരികയാണ്. യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ജപ്പാൻ, ന്യൂസിലൻഡ്, ഇപ്പോൾ ഇതാ ബ്രസീലും. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരുത്തുള്ള രാജ്യത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ പോക്കറ്റിൽ പണം ലാഭിക്കാനും നമ്മുടെ മക്കൾക്ക് പുതിയ തൊഴിലുകൾ നൽകാനും ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനും ഈ കരാർ വഴിയൊരുക്കും. ലോകം ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. കാരണം ഇത് ഇന്ത്യയുടെ യുഗമാണ്. നികുതി പൂട്ടുകൾ കൊണ്ട് ഇന്ത്യയെ തളയ്ക്കാമെന്ന് ആരും മോഹിക്കേണ്ട. ഭീഷണിപ്പെടുത്തുന്നവർ പിന്നിലാകും, കൈകോർക്കുന്നവർ മുന്നേറും. ഇത് വെറുമൊരു കച്ചവടമല്ല. ലോകത്തെ പണക്കാരും പാവപ്പെട്ടവരുമെന്ന് വിഭജിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നയങ്ങൾക്കെതിരെ ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ ഐക്യമാണിത്. G20 ഉച്ചകോടിയിലൂടെ ഇന്ത്യ തെളിയിച്ച ആ നേതൃപാഠവും ഇവിടെ ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുകയാണ്.